നേപ്പാളിൽ ആളിക്കത്തി ജൻസി പ്രക്ഷോഭം. പാർലമെന്റ് മന്ദിരത്തിനും സുപ്രീം കോടതിക്കും പ്രക്ഷോഭകാരികൾ തീയിട്ടു. പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഓലി രാജിവെച്ച് കാഠ്മണ്ഡു വിട്ടു. മുൻ പ്രധാനമന്ത്രി ജലനാഥ് ഖാനലിന്റെ വസതിക്ക് കലാപകാരികൾ തീയിട്ടു. പൊള്ളലേറ്റ് ഖാനലിന്റെ ഭാര്യ മരിച്ചു. സോഷ്യൽ മീഡിയ നിരോധനം പിൻവലിച്ചിട്ടും ജൻസി പ്രക്ഷോഭം നേപ്പാളിൽ അതിരൂക്ഷമാവുകയാണ്. പാർലമെന്റ് മന്ദിരത്തിനും സുപ്രീം കോടതിക്കും തീയിട്ട പ്രവർത്തകർ നിരവധി കെട്ടിടങ്ങളും നശിപ്പിച്ചു. ദങ്കാധി ജയിലിലേക്ക് അതിക്രമിച്ചു കയറിയ പ്രക്ഷോഭകർ നൂറുകണക്കിന് തടവുകാരെയാണ് മോചിപ്പിച്ചത്. പ്രധാനമന്ത്രി രാജിവെച്ചൊഴിയണം എന്ന പ്രക്ഷോഭകാരികളുടെ ആവശ്യത്തിന് പിന്നാലെ ഉച്ചയോടെയാണ് പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഓലി രാജിക്കത്ത് നൽകിയത്. കാഠ്മണ്ഡു വിട്ട ഓലിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് സൈന്യം. മുൻ പ്രധാനമന്ത്രി ജലനാഥ് ഖാനലിന്റെ വീടിന് കലാപകാരികൾ തീയിട്ടു. ഗുരുതരമായി പൊള്ളലേറ്റ് അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു. മുൻ പ്രധാനമന്ത്രി ഷേർ ബഹദൂർ ദേവൂബയുടെ വീടിന് നേർക്കും ധനമന്ത്രി പൗഡേലിക്ക് നേർക്കും അതിക്രമം ഉണ്ടായി. നിരവധി മന്ത്രിമാരാണ് രാജിവെച്ചത്. ഇവരെ സൈന്യം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ഇവരുടെ സ്വകാര്യ വസതിയടക്കം പ്രക്ഷോഭകാരികൾ ആക്രമിച്ചു. കാഠ്മണ്ഡുവിലെ വിമാനത്താവളം താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. സൈന്യം നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട്. അതേസമയം ജൻസി പ്രക്ഷോഭത്തിൽ പ്രതികരണവുമായി ഇന്ത്യ രംഗത്തെത്തി. സ്ഥിതി നിരീക്ഷിച്ചു വരികയാണെന്നും നേപ്പാളിലുള്ള ഇന്ത്യക്കാർ ജാഗ്രതയോടെ ഇരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. വിഷയങ്ങൾ ചർച്ചയിലൂടെ സമാധാനപരമായി പരിഹരിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. അതേസമയം നേപ്പാളിൽ കുടുങ്ങിയ കോഴിക്കോട് നിന്നുള്ള 40 അംഗ മലയാളി വിനോദസഞ്ചാരി സംഘം സുരക്ഷിതരാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അറിയിച്ചു. കാഠ്മണ്ഡുവിൽ അകപ്പെട്ട 40 അംഗ സംഘത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ട നടപടികളെടുക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടതായും ജോർജ് കുര്യൻ അറിയിച്ചു. 19 പേരാണ് ജൻസി പ്രക്ഷോഭത്തെ തുടർന്ന് മരിച്ചത്. 100-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV.